ആശാ വർക്കേഴ്സിന്റെ സമരവുമായി ബന്ധപ്പെട്ട് ആർ ചന്ദ്രശേഖരൻ INTUC സംസ്ഥാന അധ്യക്ഷൻ സ്വീകരിച്ച നിലപാടുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് വിമർശനമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ നടപടി ഉണ്ടാകുമെന്നുള്ള തരത്തിൽ കെ സുധാകരൻ പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ ആർ ചന്ദ്രശേഖരൻ നേരിട്ടെത്തി KPCC അധ്യക്ഷനെ കണ്ടു എന്നുള്ള വാർത്ത വരുന്നു. ആശാ സമര വിവാദത്തിൽ അദ്ദേഹം വിശദീകരണം നൽകിയിട്ടുണ്ട്. അവിടെ ഒരു പ്രത്യേക സമിതി എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ച് താനല്ല എന്ന് അദ്ദേഹം ഇപ്പോൾ KPCC അധ്യക്ഷൻ അറിയിച്ചിരിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ വേതന വർധന വേണ്ടെന്നും പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം നൽകിയ വിശദീകരണം. ആശാ വർക്കേഴ്സിനൊപ്പമാണ് INTUC എന്നും ഇപ്പോൾ KPCC പ്രസിഡന്റിനെ അറിയിച്ചിരിക്കുകയാണ് ആർ ചന്ദ്രശേഖരൻ. സലിം മാലിക് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സലിം, ഈ ആർ ചന്ദ്രശേഖരനെതിരെ നടപടിയെടുക്കുമെന്ന് കെ സുധാകരൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അതിന് തൊട്ടു പിന്നാലെയാണല്ലോ ഇപ്പോൾ അദ്ദേഹം നേരിട്ടെത്തി കണ്ട് ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത്. സലിം, ഉന്മേഷ്, KPCC അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ആർ ചന്ദ്രശേഖരനെതിരെ നിലപാട് കടുപ്പിച്ചതോടുകൂടിയാണ് ഒരു അനുനയ നീക്കത്തിന് ആർ ചന്ദ്രശേഖരന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമം ഉണ്ടാകുന്നത്. ഇന്ന് വൈകുന്നേരത്തോടെയാണ് KPCC ഓഫീസിൽ നേരിട്ടെത്തി വിവാദങ്ങളിൽ ആർ ചന്ദ്രശേഖരൻ KPCC അധ്യക്ഷന് വിശദീകരണം നൽകിയിരിക്കുന്നത്. INTUC ആശാ വർക്കേഴ്സിനും ആ സമരത്തിനും ഒപ്പമാണ്. ഏതെങ്കിലും നിലയിൽ സർക്കാരിന് അനുകൂലമല്ല, മാത്രമല്ല സമിതി എന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് താനോ INTUCയോ അല്ല എന്നുകൂടി ആർ ചന്ദ്രശേഖരൻ വിശദീകരിക്കുന്നു. മാത്രമല്ല, സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ നിലവിൽ വേതന വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തൽക്കാലം പരിഗണിക്കേണ്ടതില്ല എന്നൊരു അഭിപ്രായം താൻ പറഞ്ഞിട്ടില്ല എന്നുകൂടി KPCC അധ്യക്ഷന് നൽകിയ വിശദീകരണത്തിൽ പറയുന്നു. നേരത്തെ നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് KPCC ആലോചിച്ചിരുന്നു. ഈ വിശദീകരണം നൽകിയ പശ്ചാത്തലത്തിൽ ഇനി അത്തരത്തിൽ നടപടിയോ മറ്റ് ഏതെങ്കിലും തരത്തിൽ അച്ചടക്ക നടപടി ഉൾപ്പെടെയുള്ളവ ആർ ചന്ദ്രശേഖരനെതിരെ ഉണ്ടാവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇനി ഈ പരസ്യ പ്രസ്താവനകളിൽ ഉൾപ്പെടെ മിതത്വം പാലിക്കാൻ KPCC അധ്യക്ഷൻ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ആശാ വർക്കേഴ്സിനൊപ്പവും ആ സമരത്തിനൊപ്പവും നിലപാടെടുക്കണമെന്ന് KPCC താക്കീതും ചെയ്തിട്ടുണ്ട്. നേരത്തെ KPCC ഈ താക്കീത് നേരത്തെയും ആവർത്തിച്ചതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ആദ്യം സമരത്തെ തള്ളിപ്പറഞ്ഞ INTUC പിന്നീട് ഔദ്യോഗിക വാർത്താക്കുറിപ്പിലൂടെ സമരത്തിനൊപ്പമാണ് എന്ന് അറിയിച്ചത്. അതിനുശേഷം ഈ യോഗത്തിന് പിന്നാലെയും ആരോഗ്യമന്ത്രിയുമായുള്ള യോഗത്തിന് പിന്നാലെ ആർ ചന്ദ്രശേഖരൻ പറഞ്ഞത് സമിതി എന്നുള്ളതാണ് ഏറ്റവും നല്ല ആവശ്യം. ആ സമിതിയിലൂടെ മാത്രമേ പ്രശ്നപരിഹാരം നടക്കൂ എന്നുള്ളതാണ് തങ്ങളുടെ ബോധ്യം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുകയും ആശാപ്രവർത്തകർ ഈ സമരം ചെയ്യുന്നവർ പിടിവാശി ഒഴിവാക്കണം എന്ന് പറയുകയും ചെയ്തിരുന്നു. പിടിവാശി പരാമർശം 24-ലൂടെയാണ് നടത്തിയത്. അതിനുശേഷമാണ് കോൺഗ്രസ് നേതാക്കൾ രമേശ് ചെന്നിത്തലയും VD സതീശനും കെ സുധാകരനും ഉൾപ്പെടെയുള്ളവർ ആർ ചന്ദ്രശേഖരനെതിരെ നിലപാട് കടുപ്പിച്ചത്. ഉന്മേഷ്, സലിം മാലിക്കാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്.